അപ്പൊ അധികാര കേന്ദ്രത്തിൽ ചിലരുണ്ടായാൽ മാത്രമേ ചില വിഭാഗങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം കിട്ടൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പോ ലൈഫ് വീട് അടുത്ത മാസത്തോടെ 5 ലക്ഷം വീടാണ് പൂർത്തിയാകാൻ പോകുന്നത്. ആ 5 ലക്ഷം വീട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കാണ് ലഭിക്കുന്നത്. ആ പാവപ്പെട്ട ജനങ്ങളിൽ എല്ലാവരുമുണ്ട്. ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, ഏതെല്ലാം വിഭാഗമുണ്ട് ആ വിഭാഗമൊക്കെ ഉണ്ട്. എല്ലാ മതസ്ഥരുണ്ട്, എല്ലാ ജാതിക്കാരും ഉണ്ട്. 5 ലക്ഷം വീട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു 1.25 ലക്ഷത്തിലധികം വീടുകള് സ്വാഭാവികമായും ജനസംഖ്യാനുപാതികമായി മുസ്ലിം ജനവിഭാഗങ്ങൾക്കും പോകും. പാവപ്പെട്ട മുസ്ലിമിന് ലഭിക്കും. ഇതല്ലേ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുക? 60 ലക്ഷം ആളുകൾക്ക് 2000 രൂപ പെൻഷൻ കിട്ടുന്നു. 60 ലക്ഷം പേർക്ക് പെൻഷൻ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതേതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമാണോ? എല്ലാ വിഭാഗത്തിനുമല്ലേ? ജനസംഖ്യാനുപാതികമായി എത്ര കുറഞ്ഞാലും 15 ലക്ഷത്തിൽ കൂടുതൽ നമ്മുടെ മുസ്ലിം ജനവിഭാഗത്തിനും കിട്ടുന്നുണ്ടാവില്ലേ? ഇതല്ലേ എല്ലാ കാര്യത്തിനും കാണാൻ കഴിയുക? ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ വിവിധ തരത്തിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അത്തരം പ്രശ്നങ്ങളിലും വലിയ തോതിൽ കുറവ് വരുന്നില്ലേ? ഇവിടെ ചില കാലങ്ങളിൽ ചില അധികാര കേന്ദ്രങ്ങളുടെ പിന്തുണയുണ്ട് എന്ന ധാരണയിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളില്ലേ? അതിന്റെ ഭാഗമായി ചില പ്രത്യേക വിഭാഗങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ലേ? വർഗീയതയുടെ പേരിലല്ല, സംഘടനാപരമായ ഭിന്നതയുടെ പേരിൽ, ആശയപരമായ ഭിന്നതയുടെ പേരിൽ. അത് ഒരേ മതവിശ്വാസികളാകാം. അങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒട്ടേറെ അനുഭവങ്ങളില്ലേ? അത്തരം തർക്കങ്ങളുടെ, അത്തരത്തിലുള്ള സംഘർഷങ്ങളുടെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ട അനുഭവങ്ങളില്ലേ? താനൂരിലുണ്ടായിട്ടില്ലേ? പാണ്ടിക്കാട് ആമക്കാരുണ്ടായിട്ടില്ലേ? മഞ്ചേരി എളങ്കൂറുണ്ടായിട്ടില്ലേ? കേരളത്തെ ആകെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നല്ലോ മണ്ണാർക്കാട് സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുകയും അതിൽ 2 പേർ കൊല ചെയ്യപ്പെടുകയും ചെയ്ത സംഭവം. എത്ര 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 സംഭവങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള സംഘർഷങ്ങൾ അധികാരത്തിലുണ്ടായി.